അപ്പോൾ 2019 ക്വസ്റ്റ്യൻസ് നമ്മൾ തീർന്നതാണ്. ഇനി നമ്മൾ 2018 ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അതിലാദ്യം ഇംപ്രൂവ്മെൻ്റ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇംപ്രൂവ്മെൻ്റ് ക്വസ്റ്റ്യനില്ല, ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെറ്റാമറിസം ആൻഡ് റൈറ്റ് ഡൗൺ ദ മെറ്റാമേഴ്സ് ഓഫ് C4H10O. നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുക്കാം. വാട്ട് ഈസ് മെറ്റാമറിസം എന്നുള്ള മെറ്റാമറിസം എന്താണെന്നുള്ളത് നേരത്തെ ഞാൻ 4 ഐസോമറിസം ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ലാസ്റ്റ് ഐസോമറിസം ആണ് മെറ്റാമറിസം. മെറ്റാമറിസം നമ്മൾ പറഞ്ഞു, മെറ്റാമറിസം രൂപപ്പെടുന്നത് ആൽക്കൈൽ ഗ്രൂപ്പുകൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഒന്നിലധികം വാലൻസി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പ്, ഈതർ കീറ്റോൺ എസ്റ്റർ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഈതർ കീറ്റോൺ എസ്റ്റർ, ഇവരാണ് മെറ്റാമേഴ്സ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിക്കുന്നത്. മെറ്റാമേഴ്സ് കാണിക്കുന്നതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇവരെയാണ് മെറ്റാമേഴ്സ്, ഈതർ കീറ്റോൺ എസ്റ്റർ. ഇവർക്കൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും വാലൻസി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ഗ്രൂപ്പുകളാണ്. ആ വാലൻസി മീൻസ് കാർബൺ, ആൽക്കിൽ ഗ്രൂപ്പ്സ്. ആൽക്കിൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ രൂപപ്പെടുന്നതാണ് മെറ്റാമറിസം. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, അപ്പോൾ ഇതിന് ആൻസർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അറൈസസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ആൽക്കിൽ ഗ്രൂപ്പ് അറൗണ്ട് എ ബൈവാലന്റ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇനി ഇതിൻ്റെ ഒരു ആൻസർ പറയുകയാണെങ്കിൽ റൈറ്റ് ദ മെറ്റാമേഴ്സ് ഓഫ് C4H10O. C4H10O. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ റൈറ്റ് ഡൗൺ ദ മെറ്റാമേഴ്സ് ഓഫ് ഈതേഴ്സ് ഇൻ 4 കാർബൺ എന്നല്ല ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റുമായിരിക്കും. അങ്ങനെയല്ല ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ദ മെറ്റാമേഴ്സ് ഓഫ് C4H10O. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ 3 ആളുകളുടെയും ഫോമുലയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം. ഇതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈതറിൻ്റെ ഫോമുല ഇതേതാ, ആൽക്കൈൻ്റെ ഫോമുല CnH2n+2. അതിലേക്കൊരു ഓക്സിജൻ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ആ ഫോമുല മാച്ചാവുന്നതെല്ലാം ഈതറുകളായിരിക്കും. ഇനി കീറ്റോണിൻ്റെ ഫോമുല CnH2n, അതാരാ, ആൽക്കീൻ, അതിൻ്റെ ഫോമുലയിലേക്ക് ഒരു ഓക്സിജൻ ഇട്ടാൽ മതി. എസ്റ്ററിൻ്റെ ഫോമുല CnH2n, അത് ആൽക്കീൻ തന്നെ, അതിലേക്ക് 2 ഓക്സിജൻ ഉണ്ടെങ്കിൽ അത് എസ്റ്ററിൻ്റെ ഫോമുലയായിട്ട് മാറും. സോ നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് C4H10O. C4H10O എന്ന് പറയുമ്പോൾ കാർബൺ എണ്ണം 4 ആണ്, ഹൈഡ്രജൻ ട്വൈസ് അല്ല, ട്വൈസ് +2 ആണ്, അതായത് C4H10 ആണ്. അപ്പോൾ അത് ആരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്, ഈതർ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്, ഈതർ. സോ ഈതർ എന്ന് പറയുന്ന ആളുടെ ഫോമുലയാണതെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഫോമുലയിലുള്ള മെറ്റാമേഴ്സ് ആണ് എഴുതേണ്ടത്. വളരെ എളുപ്പമാണ്. ഈതർ എന്ന് പറയുന്ന ആരാ, ഓക്സിജൻ ആണ് സെൻറ്ററിലുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 ആക്കി കൊടുത്താൽ മതി. നമുക്കതിന് 3 ചാൻസസ് ആണുള്ളത്. 3 ചാൻസസ് ഇങ്ങനെ എഴുതാൻ പറയുന്ന സമയത്ത് 2 എണ്ണം എഴുതാം. മെറ്റാമേഴ്സ് എഴുതാൻ പറയുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടെ എഴുതി കൊടുക്കുക. നമ്മളോട് 2 എണ്ണം ചോദിച്ചാൽ മാത്രം നമ്മൾ 2 എണ്ണം എന്ത് ചെയ്താൽ മതി, 2 എണ്ണം എഴുതിയിട്ട് നിർത്തിയാൽ മതി. സോ ഇതിലുള്ള എല്ലാ ഫോമുലയിലുള്ള എല്ലാ ഐസോമേഴ്സും നമ്മൾ എഴുതാൻ പോവുകയാണ്. സോ ഓക്സിജൻ നടുക്കിട്ടിട്ട് 2 ഭാഗത്തും ഞാൻ എന്ത് കൊടുത്തു, ഈതയിൽ കൊടുത്തു. 2 ഭാഗത്തും ഈതയിൽ. അപ്പോൾ ടോട്ടൽ എത്ര കാർബൺ, 2, 2, 4. ഫോമുല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരിക്കും. ഇത് 1. രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ഓക്സിജൻ നടുക്കിട്ടിട്ട് ഈ ഭാഗം മീതയിൽ, നേരത്തെ ഓൾറെഡി കാണിച്ചിട്ടുള്ള എക്സാമ്പിളാണ് കേട്ടോ, മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. ഈ ഭാഗം മീതയിൽ, ഈ ഭാഗം പ്രൊപ്പൈൽ. സോ 1+3, അവിടെയും 4 ആണ്. 1, 3, 4. ഇതിൽ തന്നെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്. 3 കാർബൺ നേരെ ഇടാം, അതായത് ഇതിനെ N പ്രൊപ്പൈൽ എന്നാ പറയാ. N പ്രൊപ്പൈൽ. 3 കാർബൺ നേരെ ഇടുന്നതിന് പകരം അവിടെ സെക്കൻഡിൽ ബ്രാഞ്ച് കൊടുക്കുന്ന രൂപത്തിൽ ഇടാവുന്നതാണ് ഐസോപ്രൊപ്പൈൽ. അഥവാ ഈ ഓക്സിജൻ ഇതിലേക്ക് ബ്രാഞ്ച് ആവുന്ന രൂപത്തിലേക്ക് ഇടാവുന്നതാണ്, ഈ കാർബണിലേക്ക്. അപ്പോൾ ഈ കാർബൺ ഇതിലേക്കും പോയിട്ടുണ്ടായിരിക്കും. CH3, CH3. 3 കാർബണ് നിങ്ങൾക്ക് 2 രീതിയിൽ ബ്രാഞ്ചസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് N പ്രൊപ്പൈലും മറ്റൊന്ന് ഐസോ പ്രൊപ്പൈലും. സോ 2 ഭാഗത്തും 2 കാർബൺ, ടോട്ടൽ 4. 2 ഭാഗത്ത് ആയിട്ട് ഒന്നിൽ 3ഉം ഒന്നിൽ 1ഉം വരുന്നതിൽ തന്നെ 3 കാർബൺ വരുമ്പോൾ നമുക്ക് 2 ചാൻസ് കൊടുക്കും. സോ ടോട്ടൽ എത്ര മെറ്റാമേഴ്സ് നമുക്ക് അതിൽ എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മെറ്റാമേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. മെറ്റാമറിസം ഓൾറെഡി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണ്, ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്, അഥവാ അതിന് വേറെ പേരാണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെയില്ല, ഞാൻ ഒന്നുകൂടെ എഴുതിയെന്നുള്ളൂ. വേറെ പേരാണ് ലസൈൻസ് റിയേജൻറ്റ്. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഓർ ലസൈൻസ് റിയേജൻറ്റ് എന്നും പറയാറുണ്ട്. ഹൗ ക്യാൻ ബി ഡിറ്റക്ട്, ലസൈൻസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നൈട്രജൻ സൾഫർ ഹാലജനെ എങ്ങനെ തിരിച്ചറിയാമെന്നാണ്. ലസൈൻസ് റിയേജൻറ്റ് ഉപയോഗിച്ചിട്ട് നൈട്രജൻ സൾഫർ ഹാലജൻ അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അതിൽ നൈട്രജൻ സൾഫറും ഹാലജനും ചോദിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ലസൈൻസ് റിയേജൻറ്റ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്.
എന്തിനാണ് ലസൻസ് റെയിൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലസൻസ് റെയിൻ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ സോഡിയമായിട്ട് മിക്സ് ചെയ്യുന്നൊരു ഏർപ്പാടാണ്. ഞാനത് പറയാം. നമ്മളൊരു ഫ്യൂഷൻ ട്യൂബ് എടുക്കുന്നു. ഫ്യൂഷൻ ട്യൂബ്, ചെറിയ ഒരു ട്യൂബ്. ആ ഫ്യൂഷൻ ട്യൂബിൽ നമ്മൾ ഒരു പീസ് ഓഫ് സോഡിയം ഇടുന്നു. പീസ് ഓഫ് സോഡിയം ഹീറ്റ് ചെയ്യാം. പീസ് ഓഫ് സോഡിയം എന്നെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്യാം. അപ്പോൾ അത് മെൽട്ടായിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതിലേക്ക് എന്ത് ചേർക്കുക? നിങ്ങൾക്ക് തിരിച്ചറിയണ്ട, ഇത് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലെ ഒരു സെക്ഷനാണ് ലസൻസ് ടെസ്റ്റ്. നിങ്ങൾക്ക് തിരിച്ചറിയേണ്ട ഓർഗാനിക് കോമ്പൗണ്ടിനെ അതിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ സോഡിയം ഒരു ഫ്യൂഷൻ ട്യൂബിലെടുക്കുക, ചെറിയൊരു ട്യൂബ്, അതിൽ സോഡിയം എടുക്കുക, അതിനെ നന്നായിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓർഗാനിക് കോമ്പൗണ്ട് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഹീറ്റ് ചെയ്യാം. ഹീറ്റ് അപ് ടു റെഡ് ഹീറ്റ്. റെഡ് ആവും വരെ, റെഡ് ഹീറ്റ് വരുന്ന വരെ ഒന്ന് നിങ്ങൾ അതിനെന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്യാം. എന്നിട്ട് അതിനൊന്ന് മാറ്റിയിടുക. ദെൻ പ്ലങ്ക്ഡ് ഇൻ ടു വാട്ടർ ഇൻ എ ഡിഷ്. വാട്ടർ ഇൻ എ ഡിഷ്, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പറയപ്പെടുന്ന സാധനത്തിന് എന്ത് ചെയ്യാം? ഉരുകിയ സോഡിയം ഇവിടെ ഉണ്ട്, അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ചേർത്ത് വീണ്ടും ചൂടാക്കി. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടും സോഡിയം നന്നായിട്ട് മിക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അതിനെന്നിട്ട് നേരെ ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ അത് പൊട്ടും, ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിനെ ആ സൊല്യൂഷൻ ഒന്നുകൂടെ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുക, പിന്നാലെ അതിനെ ഫിൽട്ടർ ചെയ്യുക. ബോയിൽ ചെയ്യുക, ദെൻ കൂൾ ചെയ്യുക, പിന്നീട് എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഓർഗാനിക് കോമ്പൗണ്ടും സോഡിയം കൂടെ മിക്സ്ഡ് ആയ രൂപത്തിൽ നിങ്ങൾക്ക് ലസൻസ് റിയേൻ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? കിട്ടിയിട്ടുണ്ടായിരിക്കും. ലസൻസ് റിയേൻ്റ് എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗാനിക് കോമ്പൗണ്ട് കൊവാലൻ ബോൺസ് ഉള്ള ആളാണ്, കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ്. നമ്മളിവിടെ ഓരോ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് അത് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ സോഡിയമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്, ഓർഗാനിക് കോമ്പൗണ്ട് സോഡിയമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത്, നോൺ മെറ്റൽസ് ആണല്ലോ ഓർഗാനിക് കോമ്പൗണ്ട്സിലുള്ളത്. ആ നോൺ മെറ്റൽസ് മെറ്റലായിട്ടുള്ള സോഡിയമായിട്ട് പെട്ടെന്നൊരു അയണിക് ബോണ്ട് ഫോം ചെയ്യും, അയണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. റിലേറ്റീവ്ലി കൊവാലൻ കോമ്പൗണ്ട്സിനേക്കാൾ റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ്? അയണിക് കോമ്പൗണ്ട്സ് ആണ്. സോ ഇതിൻ്റെ റിയാക്ടിവിറ്റി കൂടുമെന്നുള്ളതാണ് ഇങ്ങനൊരു മെത്തേഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. ഇനി അത് ഉപയോഗിച്ചിട്ട് ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. വാട്ട് ഈസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്? സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയാണത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മെൻഷൻ ചെയ്യേണ്ടത്. ഒരു ഫ്യൂഷൻ ട്യൂബ്, ഒരു ട്യൂബിൽ സോഡിയം എടുക്കുക, അതിനെന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് മെൽറ്റ് ആവും വരെ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യുക, അപ് ടു റെഡ് വരെ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് അതെടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചൈന ഡിഷിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? ഇടുക. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചൂടാക്കുക, ഇമ്പ്യൂരിറ്റീസൊക്കെ ഇവാപ്പറേറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞൊന്ന് കൂൾ ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്ത്? ലസൻസ് റിയേൻ്റ്. അപ്പോൾ അത്രയും ഭാഗത്തിന് ആൻസർ ആയല്ലോ. ഇനി ആ ലസൻസ് റിയേൻ്റ്, നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ലസൻസ് റിയേൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നൈട്രജൻ, സൾഫർ, ഹാലജൻ എന്നിവരെ തിരിച്ചറിയാമെന്നുള്ളതാണ്. അപ്പം എൻ്റെ കയ്യിലൊരു ലസൻസ് റിയേൻ്റ് ഉണ്ട്. എനിക്കറിയില്ല അതിൽ നൈട്രജൻ ആണോ സൾഫർ ആണോ ഹാലജൻ ആണോ ഉള്ളത് നമുക്കറിയില്ല. നമ്മളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ചെയ്യുകയാണ്. സപ്പോസ് ഇതിൽ നൈട്രജൻ ആണുള്ളതെന്നിരിക്കട്ടെ, ലസൻസ് റിയേൻ്റിൽ നൈട്രജൻ ആണുള്ളതെന്നിരിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത്, നൈട്രജൻ ആണെന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ലസൻസ് റിയേൻ്റ് നൈട്രജൻ ആണെങ്കിൽ ലസൻസ് റിയേൻ്റ് സോഡിയം സയനൈഡ് ആയിരിക്കും. സോഡിയം സയനൈഡ് കാർബണും നൈട്രജനും സോഡിയം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള രൂപത്തിലായിരിക്കും. സോഡിയം സയനൈഡ് ആയിട്ടായിരിക്കും ആര് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകുക? ലസൻസ് റിയേൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. ആ സോഡിയം സയനൈഡിലേക്ക് നിങ്ങൾ ആ സോഡിയം സയനൈഡിൻ്റെ സൊല്യൂഷൻ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ബോയിൽ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് FeSO4 ആഡ് ചെയ്യുക. എന്നിട്ട് അതിന് പിന്നാലെ ഡ്രോപ്സ് ഓഫ് എന്തുകൂടെ ചേർക്കുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കൂടെ ചേർക്കുക. അപ്പം നിങ്ങൾക്കൊരു പ്രഷ്യൻ ബ്ലൂ കളറിലുള്ള ഫെറിക് ഫെറോ സയനൈഡ് കിട്ടും. അതിൻ്റെ IUPAC നെയിംസ് ഒക്കെ പറയാവുന്നതാണ്. പക്ഷേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഇയറിലെ ചാപ്റ്റർ ഡീൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനെ കറക്റ്റായിട്ട് മനസ്സിലാകും. ഫെറിക് ഫെറോ സയനൈഡ്, Fe4 FeCN 6 times thrice. ഫെറിക് ഫെറോ സയനൈഡ്.
ഇവിടെ അയൺ ഓക്സിഡൈൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അയൺ +3 ഈ അയൺ +2 വരുന്നത്. അതാണ് ഫെറിക് ദെൻ ഫെറോ സയനൈഡ് എന്ന് പറയുന്നത്. കോമൺ നെയിമാണ്. എങ്ങനെയാണ് നൈട്രജനെ തിരിച്ചറിയുന്നത്? അപ്പോൾ നൈട്രജനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നൈട്രജൻ ആണ് നിങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾക്ക് അറിയില്ല. ആണെന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലസൈൻസ്രീൻ അത് സോഡിയം സയനൈഡ് ആയിരിക്കാം. അതിന് നിങ്ങൾ ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്തതിന് ശേഷം FeSO4 ആഡ് ചെയ്യുക, ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് സയനൈഡിൻ്റെ ഒരു കോംപ്ലക്സ് രൂപപ്പെടണമെങ്കിൽ, ഇതിലൊന്നും സയനൈഡിൻ്റെ പോർഷൻ ഇല്ല, സയനൈഡിൻ്റെ ഒരു കോംപ്ലക്സ് രൂപപ്പെടണമെങ്കിൽ നിങ്ങളെടുത്ത ലസൈൻസ്രീനിൽ സയനൈഡ് ഉണ്ടായിരിക്കണമെന്നാണ്. സയനൈഡ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സോഡിയമായിട്ട് മിക്സ് ചെയ്ത ഇനിഷ്യൽ കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടാവും എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിതിനെ തിരിച്ചറിയുന്നത്. സോ പ്രഷ്യൻ ബ്ലൂ കളറാണ്, ഫെറിക് ഫെറോസൈനൈഡ് ആണ്. ഫോർമുലയും കൂടെ നിങ്ങൾ പഠിക്കുക, Fe4FeCN 6 times thrice. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് തിരിച്ചറിയാൻ പോകുന്നു. സോ നമ്മുടെ നൈട്രജൻ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഏതിലേക്ക് പോവാണ്? സൾഫറിലേക്ക് പോവാണ്. സൾഫർ ആണെങ്കിൽ ടെക്സ്റ്റിൽ പറയുന്നത് ലസൈൻസ്രീൻ്റെ രൂപം സോഡിയം സൾഫൈഡ് ആയിരിക്കും. സോഡിയം സൾഫൈഡ് Na2S സോഡിയം സൾഫൈഡ്. ഈ സോഡിയം സൾഫൈഡിനെ ഇനി എങ്ങനെ സോഡിയം സൾഫൈഡ് ആയിരിക്കും, അഥവാ സൾഫറിൻ്റെ ഓക്സിഡൈൻ സ്റ്റേറ്റ് -2 ആയിരിക്കും. സോഡിയമായിട്ട് മിക്സ് ചെയ്ത് ഒരു അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഉദ്ദേശം. സോഡിയം സൾഫൈഡ് ആയിരിക്കും. ഇതിനെ 2 രീതിയിൽ എന്ത് ചെയ്യാമെന്നുണ്ട് പറയാം, 2 രീതിയിൽ തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു രീതി, ഈ പറയപ്പെടുന്ന ലസൈൻസ്രീൻ അതായത് സോഡിയം സൾഫൈഡിലേക്ക് നിങ്ങൾ എന്ത് ആഡ് ചെയ്യുക? അസിഡിഫൈ ചെയ്യുക. ഇതിനെ അസിഡിഫൈ ചെയ്യുക അഥവാ ആഡ് ചെയ്യുക. എന്ത്? അസറ്റിക് ആസിഡ് ആഡ് ചെയ്യുക. അസറ്റിക് ആസിഡ് ഇതിലേക്ക് ചേർക്കുക. അസിഡിക് ആസിഡ് എന്ന് പറയുന്ന ആരാണ്? CH3COOH. എന്നിട്ട് അതിലേക്ക് ലെഡ് അസറ്റേറ്റും കൂടെ ചേർക്കുക. അതിന് പിന്നാലെ അതിലേക്ക് ലെഡ് അസറ്റേറ്റ് ചേർക്കുക. ലെഡ് അസറ്റേറ്റ് എന്ന് പറയുന്ന ആരാ? PbCH3COO ട്വൈസ്. റെഡി? അപ്പം നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് കളറിലുള്ള ലെഡ് സൾഫൈഡിൻ്റെ പ്രസിപ്പിറ്റേറ്റ് രൂപപ്പെടും. സോ ഈ കോമ്പൗണ്ടിൽ ലെഡിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ഈ ലസൈൻസ്രീനിലുള്ള സൾഫൈഡും കൂടെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ലെഡ് സൾഫൈഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ലസൈൻസ്രീനിൽ സൾഫർ ഉണ്ടെന്ന് അർത്ഥം, വിച്ച് മീൻസ് നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ളത് സൾഫർ എന്ന് പറയുന്ന എലിമെൻ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അടുത്തൊരു ടെസ്റ്റ് ഒരു ഡയറക്റ്റ് മെത്തേഡാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചേർക്കുന്നു? ഇതിലേക്ക് ഡയറക്റ്റ്ലി നമ്മളങ്ങ് ആഡ് ചെയ്യുക. എന്താ ആഡ് ചെയ്യുക? സോഡിയം നൈട്രോപ്രസൈഡ് നമ്മൾ ചേർക്കുക. സോഡിയം നൈട്രോപ്രസൈഡ് അതിൻ്റെ ഫോർമുല വരുന്നത് Na2FeCN 5 times NO. സോഡിയം നൈട്രോപ്രസൈഡ് ചേർക്കുന്ന സമയത്ത് ഒരു വയലറ്റ് കളറിലുള്ള സോഡിയം തയോ നൈട്രോപ്രസൈഡ് രൂപപ്പെടും. സോഡിയം തയോ നൈട്രോപ്രസൈഡ് രൂപപ്പെടും. എന്താ അതിൻ്റെ ഫോർമുല? Na4FeCN 5 times NO. പിന്നീട് വരുന്ന ഒരു സൾഫറാണ്. സോ ഒരു -2 ഉള്ള സൾഫർ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുമ്പുള്ളതിനെ അപേക്ഷിച്ച് 2 സോഡിയം കൂടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്ക് നിങ്ങൾ, ഈ സോഡിയം നൈട്രോപ്രസൈഡ് ചേർത്തപ്പോൾ സോഡിയം സൾഫർ വരുന്ന കേസിൽ നമ്മൾ പലപ്പോഴും തയോ എന്ന് പറയാറുണ്ട്. തയോ നൈട്രോപ്രസൈഡ് രൂപപ്പെട്ടിട്ടുണ്ട്. സോ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യുവർ കോമ്പൗണ്ട്, ഇതിലേതായാലും സൾഫർ ഇല്ല, എന്നാൽ കിട്ടിയൊരു കോമ്പൗണ്ടിൽ സൾഫർ ഉണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് യുവർ ലസൈൻസ്രീൻ ഹാവ് സൾഫർ. സോ ഇങ്ങനെയാണ് സൾഫർ നമ്മൾ തിരിച്ചറിയുന്നത്. മൂവിങ് ടു ദ ലാസ്റ്റ് വാട്ട്? ഹാലജനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഹാലജൻ എന്ന് പറയുന്നത് 3 ആളുകൾ വരാമെന്നാണ് പറയുന്നത്. ഫ്ലൂറിനെ കുറിച്ച് പറയുന്നില്ല, 3 ആളുകൾ വരാമെന്നുള്ളതാണ് പറയുന്നത്. ഹാലജൻസ് എന്ന് പറയുന്നപ്പോൾ ആരൊക്കെ ആവാം? ക്ലോറിൻ ആവാം, അല്ലെങ്കിൽ ആരാവാം? ബ്രോമിൻ ആവാം, അതുമല്ലെങ്കിൽ ആരാവാം? അയഡിൻ ആവാം. അതാരും ആവട്ടെ, ഏകദേശം ഒരേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ലസൈൻസ്രീൻ്റെ രൂപം സോഡിയം ഹാലൈഡ് ആയിരിക്കും. അതായത് സോഡിയമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന മിക്സർ സോഡിയം ഹാലൈഡ് ആയിരിക്കും. ആ സോഡിയം ഹാലൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അസിഡിഫൈ ചെയ്യുക. ആദ്യമായിട്ടേ നേരത്തെ നമ്മൾ അസറ്റിക് ആസിഡ് ഉപയോഗിച്ച് അസിഡിഫൈ ചെയ്തല്ലോ, അതുപോലെ ഇവിടെ അസിഡിഫൈ ചെയ്യുക. എന്തുപയോഗിച്ചിട്ട്? നൈട്രിക് ആസിഡ് HNO3 ഉപയോഗിച്ചിട്ട് അസിഡിഫൈ ചെയ്യുക. അതിനുശേഷം അതിലേക്ക് എന്ത് ചേർക്കുക? സിൽവർ നൈട്രേറ്റ് അങ്ങ് ചേർക്കുക. അപ്പോൾ ഈ സിൽവർ നൈട്രേറ്റ് ചേർക്കുന്ന സമയത്ത് ഈ പറയപ്പെടുന്ന AgNO3 സോഡിയം ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് AgX ഉണ്ടാവൂടാ. AgX
അപ്പോൾ ഇവിടെ എന്തിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും? AgXന്റെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. AgX എന്ന് പറയുന്ന ആരാവാം? AgCl ആവാം, AgBr ആവാം, AgI ആവാം. അപ്പോൾ 3 ചാൻസാണ്. അതായത് ആ 3 ചാൻസ് നമ്മൾ പറയാം. ഒന്നുകിൽ അത് ആരാവാം, AgCl ആവാം, അല്ലെങ്കിൽ അത് ആരാവാം, AgBr ആവാം, അതുമല്ലെങ്കിൽ അത് ആരാവാം, AgI ആവാം. ഓക്കെ, AgCl ആണെങ്കിൽ അതൊരു ഏകദേശം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. AgBr ആണെങ്കിൽ അതൊരു പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും, പെയിൽ യെല്ലോ. AgI ആണെങ്കിൽ അതൊരു തരക്കേടില്ലാത്ത കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊന്ന് കൺഫേം ചെയ്യണം. വെറും പ്രസിപ്പിറ്റേറ്റ് ഉപയോഗിച്ചിട്ട് അത് ആളാരാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയ കൺഫർമേഷൻ ഇത് AgCl ആണെന്ന് മനസ്സിലായാൽ, ഈ എൻ്റെ AgX AgCl ആണെന്ന് ഞാൻ ഉറപ്പിച്ചാൽ, ഇവിടെ AgNO3 റിയാക്ട് ചെയ്തത് ആരാന്ന് ഉറപ്പിക്കാം? NaCl ആണെന്ന് ഉറപ്പിക്കാം. NaCl ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലെസൻസ് റേഞ്ചിലുള്ള എലിമെൻ്റ് ആരാണ്? ക്ലോറിൻ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് AgCl ആണോ, AgBr ആണോ, AgI ആണോ എന്ന് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ AgCl ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നിങ്ങൾ എക്സസ് എമൗണ്ട് ഓഫ് എന്ത് ചേർക്കുക? അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. അമോണിയ സൊല്യൂഷൻ H4OH. അപ്പോൾ ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഇല്ലേ, ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അങ്ങ് അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ, ഓക്കെ, അമോണിയം ഹൈഡ്രോക്സൈഡിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അലിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് AgCl ആണെന്നാണ് അർത്ഥം. അത് AgCl ആണെങ്കിൽ ഈ AgNO3 റിയാക്ട് ചെയ്ത ആരാണ്? NaCl ആണ്. NaCl ആണെങ്കിൽ നിങ്ങളുടെ ലെസൻസ് റേഞ്ചിലുള്ള ഹാലജൻ ആരാണ്? ക്ലോറിൻ ആണ്. വിച്ച് മീൻസ് the presence of chlorine identified or confirmed. ഇതേ പരിപാടി തന്നെ എന്ത് ചേർക്കുക? എല്ലാറ്റിലേക്കും എക്സസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുക. അപ്പോൾ ഇവിടെ പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ്ലി സോളബിൾ ആയി, ഇവിടെ സ്പാരിംഗ്ലി സോളബിൾ ആവും, അഥവാ പാർഷ്യലി എന്താവും? സോളബിൾ ആവുന്നതാണ്. അതേ സംഗതി തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ഏതിലേക്ക്? യെല്ലോ AgI രൂപത്തിലേക്ക് ചേർക്കുകയാണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് അങ്ങ് അനങ്ങില്ല, അതായത് അത് ഇൻസോളബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആരെ തിരിച്ചറിയുന്നത്? ഹാലജനെ തിരിച്ചറിയുന്നത്. ഓക്കെ, സോ 2018 ജൂലൈയിലെ ക്വസ്റ്റ്യൻ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ 2018 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇംപ്രൂവ്മെൻ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ IUPAC നെയിംസ് ആണ്, നോമൻക്ലേച്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? IUPAC നെയിം ഓഫ് 2 മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ഈ മോളിക്യൂൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ഞാൻ ഇതിൻ്റെ കേസും ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ് മോളിക്യൂൾ. ഈ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്താണ്? ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ആണ്. 1 2 3 4 5 6 7 കാർബൺസ് ഉണ്ട്, 7 കാർബൺസ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു ക്ലോറിനുണ്ട്, ഇവിടെ ആരുണ്ട്? ഒരു ബ്രോമിനുണ്ട്. സോ വളരെ എളുപ്പമാണ്. നമ്മൾ 2 ബ്രാഞ്ചസ് ഉണ്ട്. ഇതൊരു ബ്രാഞ്ചാണ്, ഇതൊരു ബ്രാഞ്ചാണ്. അവർക്ക് ഒരേ പ്രിഫറൻസ് ആണ്, അവർ ഹാലജൻസ് ആണ്. ഇതിനെ പറയുമ്പോൾ ക്ലോറോ എന്നും ഇതിനെ പറയുമ്പോൾ ബ്രോമോ എന്നും പറഞ്ഞാൽ മതി. നമ്മളിതിൻ്റെ പൊസിഷൻസ് നോക്കണം അല്ലേ? മെയിൻ ചെയിൻ ഏതാ? നേരെയുള്ള തന്നെയാണ്. 1 2 3 4 5 6 7 പൊസിഷൻസ് നോക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ നമ്പർ ചെയ്താൽ മതി 1 2 3, അങ്ങനെ നമ്പർ ചെയ്താൽ മതി 1 2 3 4 5 6 7. തിരിച്ചും നമ്പർ ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് 3ൽ 2 ബ്രാഞ്ചസ് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ 1 2 3 4 5. 5ൽ 2 ബ്രാഞ്ചസ് ആണ്. സോ നിങ്ങൾക്ക് അറിയാം, ലോക്കിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ ഇവിടെ 5 + 5 എന്താ വരുന്നത്? 10. ഇവിടെ 3 + 3 എന്ത് വരുന്നു? 6 വരുന്നു. സോ ദിസ് ഈസ് അവർ ഡയറക്ഷൻ. റെഡി? അതിന് നമ്മൾ പേര് പറയാം. മോളിക്യൂൾ ഒരു ഹെപ്റ്റെയിൻ ആണ്, ഹാലോ ആൽക്കെയിൻ ആണിത്. ഹാലോ ആൽക്കെയിൻ നമ്മൾ എങ്ങനെ പേര് പറയാം? ഹാലോ ആൽക്കെയിൻ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പേര് പറയാം. IUPAC ഫോർമാറ്റും ഹാലോ ആൽക്കെയിൻ തന്നെയാണ്. സോ ആൽക്കെയിൻ ഈസ് യുവർ ഹെപ്റ്റെയിൻ, വേർ ഹാലജൻസ് ആർ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ. ബ്രോമിന് B ആണ്, ക്ലോറിന് C ആണ്. സോ ബ്രോമിൻ്റെ B ആണ് മോർ പ്രിഫറൻസ് ഉള്ളത് ക്ലോറിൻ്റെ Cയേക്കാൾ. സോ ആദ്യം നമ്മൾ ആരെ പറയാ? ബ്രോമിനെ പറയാ. 3 ബ്രോമോ, 3ലൊരു ബ്രോമോ ഉണ്ട്. എക്സാക്ട്ലി സെയിം 3ൽ ആരുണ്ട്? ക്ലോറോയിലുണ്ട്. എല്ലാം ഉള്ളത് എവിടെയാ? ഹെപ്റ്റെയിൻ. സോ 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റെയിൻ. ഇതിൻ്റെ പേര് ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്പറിങ് ചെയ്യുന്ന പരിപാടിയും പറഞ്ഞിട്ടുള്ളതാണ്. 1 2 3 3 ഈഥൈൽ 1,1 ഡൈഈഥൈൽ സൈക്ലോഹെക്സൈൻ. ഓക്കെ, സോ നോമൻക്ലേച്ചറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2018 വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്യൂരിഫിക്കേഷൻ അനാലിസിസ് എന്ന് പറയുന്ന പ്യൂരിഫിക്കേഷൻ ടെക്നിക്കിലുള്ള 5 മെത്തേഡുകളുണ്ട്. 5 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ആണ് സബ്ലിമേഷൻ, സെക്കൻഡ് മെത്തേഡ് ഈസ് ക്രിസ്റ്റലൈസേഷൻ, തേർഡ് മെത്തേഡ് ഈസ് ഡിസ്റ്റിലേഷൻ തന്നെ വീണ്ടും 4 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. അതിൽ 2 ടൈപ്പ് ഇവിടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഒന്നാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, അത് കഴിഞ്ഞ് വരുന്നതാണ്
ക്രൊമാറ്റോഗ്രാഫി രണ്ട് ടൈപ്പ് 3 എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നുണ്ട്. സോ അതിൽ ക്രിസ്റ്റലൈസേഷൻ വെച്ച് പറയാം. ക്രിസ്റ്റലൈസേഷൻ എന്ന് ക്രിസ്റ്റലൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് ഓരോ മെത്തേഡിനും ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. നമ്മൾ ഒരു വെള്ളത്തിലിപ്പോൾ പഞ്ചസാര മിക്സ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്യൂല, കാരണം അത് കംപ്ലീറ്റ്ലി മിസിബിൾ ആയിരിക്കും വെള്ളത്തിൽ. അപ്പോൾ അതിന് നമ്മൾ വേറെ എന്തെങ്കിലും മെത്തേഡുകളായിരിക്കും, വെള്ളത്തിന് ഇവാപ്പറേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും രൂപത്തിലുള്ള മെത്തേഡുകളായിരിക്കും നമ്മൾ ചെയ്യാം. അപ്പോൾ ഓരോ സംഗതി കിട്ടിക്കഴിഞ്ഞാലും നമ്മളതിന് ഓരോ മിക്സറിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കുകൾ ഉണ്ടാവും. ആ ടെക്നിക്കുകൾക്ക് ഒരു അടിസ്ഥാനപരമായിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ടാവും, ഒരു തത്വം ഉണ്ടാവും. ആ ക്രിസ്റ്റലൈസേഷൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിക്സർ ഓഫ് കോമ്പൗണ്ട്, അതിൽ രണ്ടാളുകളുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയുകയാണ് ഷുഗറും സാൾട്ടും മിക്സ്ഡ് ആയിട്ടുണ്ട്. കെമിക്കലി സംസാരിക്കുന്നെങ്കിൽ ഷുഗർ അസീറ്റൽ H22 O11 ആണ്. സാൾട്ട് എന്ന് പറയുന്ന NaCl ആണ്. സോ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, ഒരു അയണിക് കോമ്പൗണ്ട്. അപ്പോൾ രണ്ടും മിക്സ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പെറുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ വേറെ രീതിയിലാണ് അതിൻ്റെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൈ കൊണ്ട് പെറുക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു ഓർഗാനിക് സോൾവെൻ്റാണ് നമ്മൾ ചേർക്കുന്നത്. എത്തനോൾ എന്ന് പറയുന്ന C2H5OH. ഓക്കെ, എത്തനോളിൽ റെഡിലി സോളബിൾ ആകും, ഷുഗർ സോളബിൾ ആവും. ടെമ്പറേച്ചർ കൂട്ടിയാലോ ഷുഗറിൻ്റെ സോലബിലിറ്റി കൂടുകയും ചെയ്യും. എത്തനോളിൽ. സാൾട്ട് ഒരു പരിധി വരെ സോളബിൾ ആവേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻസോളബിൾ ആയിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ ഇങ്ങനൊരു കേസ് വരുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിക്സർ ഓഫ് കമ്പോണൻസിൽ one component is readily soluble in a particular solvent, where the solubility ഒരു സോൾവെന്റിൽ നന്നായിട്ട് സോളബിൾ ആവും. മോറോവർ ടെമ്പറേച്ചർ നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച്, നിങ്ങൾ ചൂടാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സോളബിലിറ്റി എന്താവും ചെയ്യും? കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. സോ എത്തനോളിൽ ഷുഗർ പാർഷ്യലി സോളബിൾ ആവും, ഹൈഡ്രജൻ ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഷുഗറിൻ്റെ സോളബിലിറ്റി എന്തിൽ കൂടും? എത്തനോളിൽ കൂടും ചെയ്യും. അങ്ങനെ നിങ്ങൾ ഈ മിക്സ്ഡ് ആയിട്ടുള്ള ഈ രണ്ടെണ്ണത്തിനും കൂടെ എത്തനോളിലേക്ക് എന്ത് ചെയ്യുക? ചേർക്കുക. എത്തനോളിലേക്ക് ചേർത്തതിന് ശേഷം നിങ്ങൾ അതിനെന്ത് ചെയ്യാം? ചൂടാക്കുമ്പോൾ മാക്സിമം എത്തനോളിൽ സോളബിൾ ആവുന്നതാണ്? ഷുഗർ സോളബിൾ ആവുന്നതാണ്. എന്നാൽ സാൾട്ട് സോളബിൾ ആയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പാർഷ്യലി സോളബിൾ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. ഈ ഹോട്ടായിട്ടുള്ള സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നന്നായി ചൂടാക്കുമ്പോൾ ഏറ്റവും മാക്സിമം ഷുഗർ സോളബിൾ ആയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഷുഗറിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് പറയാം. ഈ ഷുഗറിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനെ നിങ്ങൾ എന്തിലേക്ക് ചേർക്കുക? മീൻസ് നിങ്ങൾ ഫിൽട്ടർ ചെയ്യുക, കുറച്ച് നേരം തണുക്കാൻ വെക്കുക. അപ്പോൾ ഈ ഫുള്ളി സോളബിൾ ആയിട്ടുള്ള ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യുന്നതാണ്? മീൻസ് ഷുഗർ ക്രിസ്റ്റലൈസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ആ ലിക്വിഡിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുമ്പോൾ മുകളിൽ നിങ്ങൾക്ക് ഷുഗറിൻ്റെ ക്രിസ്റ്റൽസ് കിട്ടുന്നതാണ്. ആ ഫിൽട്ടർ ചെയ്ത് പോകുന്നതിൻ്റെ വഴി ഫിൽട്രേറ്റിൽ നിങ്ങളുടെ ആ മോട്ടർ ലിക്കറിൽ അഥവാ നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി ഉണ്ടല്ലോ, ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന ബാക്കി, അതിൽ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്നതാണ്, സാൾട്ടും കിടക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ക്രിസ്റ്റൽസ് ആയിട്ട് പ്യുവർ കിട്ടും? ഷുഗറിനെ കിട്ടും. ഇതാണ് ക്രിസ്റ്റലൈസേഷൻ. ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് പഠിക്കുക. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് one component is more soluble in a particular solvent, moreover the solubility increased with increase in temperature. To form where the temperature increase, the forms a saturated solution. ഇനി നമ്മൾ അടുത്തൊരു മെത്തേഡിലേക്ക് പോകുന്നു. അടുത്ത മെത്തേഡിൻ്റെ പേരാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ്റെ ഏറ്റവും ബേസിക് പ്രിമിറ്റീവ് ആയിട്ടുള്ള കേസാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. അപ്പോൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ പറയുകയാണെങ്കിൽ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ നമ്മൾ പറയുന്ന സമയത്ത് നമുക്കിതാ ഒരു RB ഫ്ലാസ്ക് ഉണ്ടായിരിക്കും, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ബ്രീഫായിട്ട് പറയാമെന്നേ ഉള്ളൂ, എക്സാക്ട് സെറ്റപ്പ് നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല, സമയപരിമിതി ഉണ്ട്. സോ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്. അതിലാണ് നിങ്ങളുടെ ലിക്വിഡ് ഉള്ളത്. എയും ഒരു 2 ലിക്വിഡുകളുണ്ട്. സേ ലെറ്റ് ഇറ്റ് ബി A and B. ഇവർ തമ്മിൽ ഏകദേശം ബോയിലിംഗ് പോയിന്റിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതൽ ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ വോളറ്റൈലാണ്, മറ്റൊരാൾ വോളറ്റൈൽ അല്ല. ഒരാൾ വേപ്പറൈസ് ചെയ്യും, മറ്റൊരാൾ എന്ത് ചെയ്യില്ല? വേപ്പറൈസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു കേസ്. ആ കേസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു എയുടെ ഒരു ബോയിലിംഗ് പോയിന്റ് ഒരു 50 ഡിഗ്രി സെൽസ് ആണെന്ന് ഇരിക്കട്ടെ, ബിയുടെ ഒരു ബോയിലിംഗ് പോയിന്റ് ഒരു 200 ഡിഗ്രി സെൽസ് ആണെന്ന് ഇരിക്കട്ടെ. നമ്മൾ ഈ മിക്സ്ചറിനെ അങ്ങ് ഹീറ്റ് ചെയ്യുക ഒരു നിയർലി ഒരു 100 ഡിഗ്രി സെൽസിൽ. ഇവിടെ തെർമോമീറ്റർ ഉണ്ടാവും, തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഇൻക്രിമെൻറ്റ് എത്രയെന്ന് അളക്കാൻ പറ്റും. ഒരു 100 ഡിഗ്രി സെൽസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ, അതായത് 50 തന്നെ ആര് ബോയിലാവും? എ ബോയിലാവും. എ മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എയുടെ വേപ്പേഴ്സ്, എ എന്ന് പറയുന്ന ലിക്വിഡ് എയുടെ വേപ്പേഴ്സായിട്ട് മുകളിലേക്ക് എത്തുന്നുണ്ടായിരിക്കും. ഇത് ഒരു കണ്ടൻസറാണ്, അഥവാ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതുവഴി കോൾഡ് വാട്ടറിൻ്റെ ഇൻലെറ്റ് ഒക്കെ ഉണ്ടായിരിക്കും. സോ എ മാത്രമേ പോയിട്ടുണ്ടായിരിക്കുള്ളൂ, കാരണം 100 ഡിഗ്രി സെൽസ് ആകുമ്പോൾ ആര് പോയിട്ടുണ്ടായിരിക്കില്ല? ബി പോയിട്ടുണ്ടായിരിക്കില്ല. സോ എ ഇങ്ങനെ എവിടേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും? മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എയുടെ വേപ്പേഴ്സ് അത് കണ്ടൻസർ വഴി തണുത്തിട്ട് ഇവിടെ ആരെ കിട്ടും? എ മാത്രം കിട്ടും. അപ്പോഴും ബി എവിടെ ഉണ്ടാവുക? ബി ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. പിന്നീട് ഒന്നുകൂടി ചൂടാക്കിയിട്ട് ആണ് ആരെ സെപ്പറേറ്റ് ചെയ്യുക. പിന്നീട് കുറച്ചും കൂടെ നന്നായി ഡീറ്റെയിൽസ് ചൂടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരും കിട്ടും? ബീനെയും കിട്ടും. ഇതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. അടുത്തൊരു ഡിസ്റ്റിലേഷനാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അപ്പോൾ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നതെന്നാൽ ഒന്ന് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ എ എന്ന് പറയുന്ന ലിക്വിഡിൻ്റെ പ്രത്യേകത, ആ എ എന്ന് പറയുന്ന ലിക്വിഡ് ഒരു 300 കെൽവിനാണ്, 300 ഡിഗ്രി സെൽസ് ആണ് അയാളുടെ ബോയിലിംഗ് പോയിന്റ്. പക്ഷെ അയാൾ ഒരു 250 ഡിഗ്രി സെൽസിൽ ഡീകമ്പോസ് ചെയ്യും, മുറിയും, സ്പ്ലിറ്റ് ആവും. നമുക്ക് ഡിസ്റ്റിലേഷൻ നടത്താൻ പറ്റുക ബോയിൽ ചെയ്ത് വേപ്പറൈസ് ചെയ്ത് തിരിച്ച് കണ്ടൻസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഡീകമ്പോസ് ചെയ്യുന്ന ഒരു പ്രശ്നം കൊണ്ട് 300 വരെ ചൂടാക്കിയാലേ ഇയാൾ വേപ്പറൈസ് ചെയ്യുള്ളൂ. പക്ഷേ 250 ആകുമ്പോഴേക്കും ഇയാൾ എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു എക്സ്റ്റേണൽ സെറ്റപ്പ് വഴി നമ്മൾ ഈ എയുടെ ചുറ്റുമുള്ള പ്രഷർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. പ്രഷർ കുറയ്ക്കും. പ്രഷർ കുറച്ചാൽ നിങ്ങൾക്കറിയാം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രഷർ അറ്റ്മോസ്ഫിയറിക് എക്സ്റ്റേണൽ പ്രഷർ നിങ്ങൾ കുറക്കുകയാണെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്താവും? കുറയും. വേപ്പർ പ്രഷർ, ഇതിൻ്റെ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ വേപ്പർ പ്രഷർ ഉയർന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ആ ടെമ്പറേച്ചറാണ് 300 ഡിഗ്രി സെൽസ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്. നിങ്ങൾ എപ്പോഴാണോ അതിൻ്റെ എക്സ്റ്റേണൽ പ്രഷർ ഒരു വേക്വം പമ്പ് എന്ത് യൂസ് ചെയ്തിട്ടാ? വേക്വം പമ്പ് അഥവാ വാട്ടർ പമ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ നിങ്ങൾ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ എന്തും കുറയുന്നതാണ്, ബോയിലിംഗ് പോയിന്റും കുറയുന്നതാണ്. അതാണ് ഇതിൻ്റെ പേര് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ് പ്രഷർ. ഡിസ്റ്റിലേഷൻ നമ്മൾ നേരത്തെ കണ്ടല്ലോ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ കണ്ടല്ലോ. ഇത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ് പ്രഷർ. അപ്പം നിങ്ങൾ എന്താ ഇപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ? എപ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? വെൻ എ ലിക്വിഡ് ഡീകമ്പോസ് അറ്റ് ഓർ ജസ്റ്റ് ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. തൊട്ട് താഴെയോ അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിലോ ഡീകമ്പോസ് ചെയ്യുന്ന ആളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ് പ്രഷർ യൂസ് ചെയ്യുന്നത്. സോ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറക്കുന്നു. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താവുന്നു? കുറയുന്നു. പണ്ട് 300 ഡിഗ്രി സെൽസിൽ ബോയിൽ ആയിരുന്ന ആൾ മേ ബി, ജസ്റ്റ് ഞാൻ റഫായിട്ട് എക്സാമ്പിൾസ് പറയാം, 200 ഡിഗ്രി സെൽസിലായിരിക്കും എന്താവുന്നുണ്ടാവുക? ബോയിൽ ആകുന്നുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട്? കുറച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് അതിന് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ 200 ഡിഗ്രി ആകുമ്പോഴേക്ക് എ ഇങ്ങനെ വേപ്പറൈസ് ചെയ്യും. ഓക്കെ. പക്ഷേ ഡീകമ്പോസ് ചെയ്യോ? ഇല്ല. ഡീകമ്പോസ് ചെയ്യുന്ന എപ്പോഴാണ്? 250 ഡിഗ്രി സെൽസിലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ആവും. ഇതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ലാസ്റ്റ് ഒരു മെത്തേഡാണ് ക്രൊമാറ്റോഗ്രാഫി. ക്രൊമാറ്റോഗ്രാഫിയിൽ 2 ടൈപ്പ് ക്രൊമാറ്റോഗ്രാഫി ഉണ്ട്. ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി കളേർഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഒരു സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും അവിടെ ഉണ്ടായിരിക്കും. ഈ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് മേ ബി അഡ്സോർപ്ഷൻ എന്ന് പറയുന്നതാവാം. അതല്ലെങ്കിൽ ഒരാൾ പോളാർ ഒരാൾ നോൺ പോളാർ, അവർ തമ്മിലുള്ള ഒരു മീൻസ് ഇൻറ്ററാക്ഷൻ, പോളാർ നോൺ പോളാർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ കൊണ്ടൊക്കെ ആവാം സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്നുകിൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ, അല്ലെങ്കിൽ പോളാർ നോൺ പോളാർ അതുപോലത്തെ ഉള്ള ആളുകളുടെ ഇൻട്രാക്ഷനെ കൊണ്ട് വ്യത്യസ്ത പാർട്സ് ആയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും.
സോ ക്രോമറ്റോഗ്രാഫി രണ്ടെണ്ണം ഉണ്ട്. നമുക്കൊരു ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ അഡ്സോർഷൻ ക്രോമറ്റോഗ്രാഫിയും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഇവിടെ തൽക്കാലം പറയാം. എന്നാൽ ഞാൻ പിന്നെ അവിടെ പറയുന്നുമില്ല. അഡ്സോർഷൻ ക്രോമറ്റോഗ്രാഫി ഉണ്ട്, ഏതുണ്ട്, പേപ്പർ ക്രോമറ്റോഗ്രാഫി ഉണ്ട്. അഡ്സോർഷൻ ക്രോമറ്റോഗ്രാഫി ഉണ്ട്, പേപ്പർ ക്രോമറ്റോഗ്രാഫി ഉണ്ട്. ഇവിടെ അഡ്സോർഷന് വേണ്ടി നിങ്ങളൊരു തിൻ ലെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, തിൻ ലെയർ ഓഫ് ഗ്ലാസ് സ്ലൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി. ഒരു സിലിണ്ടറിക്കൽ കോളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളം ക്രോമറ്റോഗ്രാഫി, അങ്ങനെയാണ് പറയുന്നത്. അഡ്സോർഷൻ എന്താണെന്ന് അറിയണം. അഡ്സോർഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇത് ഇങ്ങനെ റബ് ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ്, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ഇങ്കിൻ്റെ പാർട്ടിക്കിൾസ് പറ്റി പിടിക്കുന്നത് എവിടെയാണ്? സർഫസിലാണ്. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണെന്ത്? അഡ്സോർഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അടുത്ത കൊല്ലം ചാപ്റ്റർ നമ്പർ 5 സർഫസ് കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ അത് പറ്റിപ്പിടിച്ചത്. ഈ പ്രതലത്തിനെ വിളിക്കുന്ന പേരാണ്, എവിടെയാണോ ഇത് കോട്ട് ചെയ്തത്, പറ്റി പിടിച്ചത്, ആ പ്രതലത്തിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർബെൻറ്റ്. ആരാണോ കോട്ട് ചെയ്തത്, ഞാനിപ്പോൾ ഇങ്ങനെ തട്ടിയാൽ പുറത്തേക്ക് പോകുന്നില്ലേ, ആരാണോ കോട്ട് ചെയ്തത് അയാളെ വിളിക്കുന്ന പേരാണ് അഡ്സോർബേറ്റ്. ഈ നടന്ന ഫിനോമിനനാണ് അഡ്സോർപ്ഷൻ. അപ്പോൾ അഡ്സോർപ്ഷനാണ് നമ്മൾ ഇവിടുത്തെ ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നതെങ്കിൽ, ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത് എന്താ? ഒരു മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും. മൊബൈൽ മീൻസ് മൂവ് ചെയ്യുക, സ്റ്റേഷനറി മീൻസ് അനങ്ങാണ്ടിരിക്കുക. ആ രണ്ട് ആളുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ്റെ ബേസിൽ നമ്മളൊരു കളേർഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അത് അഡ്സോർപ്ഷനാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എങ്കിൽ അത് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി. വേറൊരു ടെക്നിക്ക് ഉണ്ട്, സ്പെഷ്യലി ഡിസൈൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട്, അഥവാ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ സ്പെഷ്യലി ഡിസൈൻഡ് പേപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നമുക്ക് പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി എന്ന് പറയാം. പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി. അപ്പോൾ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി ജസ്റ്റ് ഞാൻ അതിലെ കോളം ക്രോമറ്റോഗ്രാഫി ഞാനൊന്ന് പറയാം. കോളം ക്രോമറ്റോഗ്രാഫി, നമ്മളൊരു സിലിണ്ടറിക്കൽ കോളം എടുത്തിട്ടുണ്ട്, സിലിണ്ടറിക്കൽ കോളം. അപ്പോൾ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? അഡ്സോർപ്ഷനാണ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കമ്പോണൻസ് അഡ്സോർബേറ്റ് പറ്റാൻ പോകുന്ന ആളുകൾ, ദേ ഹാവ് ഡിഫറെൻറ്റ് അഡ്സോർപ്ഷൻ റേറ്റ് ഓൺ എ പർട്ടിക്കുലർ അഡ്സോർബൻറ്റ്. ആ പ്രതലത്തിൽ ചെല്ലുന്ന ആളുകൾക്ക് വ്യത്യസ്ത അഡ്സോർബിങ് പവർ ആയിരിക്കും. എങ്കിലാണ് അഡ്സോർപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ കയ്യിലൊരു കളേർഡ് മാറ്റർ ഉണ്ട്, അതിൽ ABC കമ്പോണൻ്റ് ഉണ്ട്. ഞാനതൊരു സിസ്റ്റത്തിൽ എടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യും, ഞാൻ മുകളിലൂടെ കൊടുന്ന് വയ്ക്കും. അതാണ് മൊബൈൽ ഫേസ്. ഇനി ഒരു കോളം, സിലിണ്ടറിക്കൽ കോളം, നമ്മൾ ബ്യൂററ്റ് പോലത്തെ ഒരു സിലിണ്ടറിക്കൽ കോളം, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കോട്ട് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ, ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ എന്ത് കോട്ട് ചെയ്യുന്നുണ്ട്? അഡ്സോർബൻ്റ് കോട്ട് ചെയ്യുന്നുണ്ട്. സിലിക്ക ജെല്ല്, Al2O3 പോലത്തെ അഡ്സോർബൻ്റ് കോട്ട് ചെയ്യും. അതാണ് സ്റ്റേഷനറി ഫേസ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കോട്ട് ചെയ്യുന്നതാണ് സ്റ്റേഷനറി ഫേസ്. സോ ഇതിൻ്റെ അകത്ത് എങ്ങനെ പറ്റി പിടിക്കും? ഇത് ഈ കോളത്തിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറ്റി പിടിക്കും. ആര്? ഈ വരുന്ന അഡ്സോർബേറ്റുകൾ. ഇനി നമ്മളിത് മുകളിലൂടെ വയ്ക്കുമ്പോൾ ഇത് സ്റ്റേഷനറി ഫേസ് അനങ്ങില്ല. ഇത് മുകളിലൂടെ വയ്ക്കുമ്പോൾ ഇത് മൊബൈൽ ഫേസിൽ ആരുണ്ട്? അഡ്സോർബേറ്റുകളുണ്ട്, അഥവാ പറ്റി പിടിക്കേണ്ട ആളുകളുണ്ട്. സ്റ്റേഷനറി ഫേസിൽ ആരുണ്ട്? സ്റ്റേഷനറി ഫേസ് ആരാണ്? അഡ്സോർബൻ്റ് ആണ്. മുകളിലൂടെ വയ്ക്കുന്ന സമയത്ത് വ്യത്യസ്ത അഡ്സോർബിങ് പവർ ആയതുകൊണ്ട് A എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ B അഡ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കാരണം Bൻ്റെയും Aൻ്റെയും അഡ്സോർബിങ് പവർ സെയിം അല്ല. അത് കഴിഞ്ഞ് C ആണ് അഡ്സോർബ് ചെയ്യുക. അങ്ങനെ ആ ലിക്വിഡ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടാവും. ഇതാണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫി. ഓക്കെ, ഇനി ഇതിൽ തന്നെ ഇതിപ്പോൾ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയിലെ ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കോളം ക്രോമറ്റോഗ്രാഫിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോളം ക്രോമറ്റോഗ്രാഫി നമുക്ക് വേണമെങ്കിൽ എന്തുകൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രാഫിയിൽ തന്നെ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ഉണ്ട്. തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു കണ്ടെയ്നർ എടുക്കുന്നു, ആ കണ്ടെയ്നറിൽ നമ്മളൊരു ലിക്വിഡ് എടുക്കുന്നു. ആ ലിക്വിഡാണ് മൊബൈൽ ഫേസ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് സ്ലൈഡ് പോലെയുള്ള ഒരു സബ്സ്റ്റൻസ്, ഇതിൻ്റെ മുകളിൽ എന്ത് കോട്ട് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ പുറംഭാഗത്ത് ഒരു ഗ്ലാസ് സ്ലൈഡ് പോലുള്ള സാധനം, അതിൻ്റെ പുറംഭാഗത്ത് അഡ്സോർബൻ്റ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ അഡ്സോർബൻ്റ് കോട്ട് ചെയ്താണെന്ത്? സ്റ്റേഷനറി ഫേസ്. താഴെയുള്ള ലിക്വിഡാണെന്ത്? മൊബൈൽ ഫേസ്. ഇനി ഇവിടെ വിത്ത് റെസ്പെക്ട് ഇവിടെ ഒരു ബേസ് ലൈൻ കാണിച്ചിട്ട് നമ്മളിവിടെ ഒരു സ്പോട്ട് ഇടും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആളുടെ ഒരു സ്പോട്ട് നമ്മളിവിടെ കൊടുക്കും. സോ ഈ മൊബൈൽ ഫേസ് ആയിട്ടുള്ള ഈ ലിക്വിഡ് ഇല്ലേ, അതിങ്ങനെ കാപ്പിലറി ആക്ഷൻ വഴി ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ സ്പോട്ടും കൊണ്ടാണ് പോവുക. അതിലെ കമ്പോണൻസ് ഒരാൾ ഇവിടെ സെപ്പറേറ്റഡ് ആവും, ഒരാൾ ഇവിടെ കിട്ടും, അങ്ങനെ സെപ്പറേറ്റഡ് ആവും.
അപ്പോൾ ഇതാ മൊബൈൽ ഫേസ്, ഇതാരാ? സ്റ്റേഷനറി ഫേസ്. നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫേസ് ആയിട്ടുള്ള ലിക്വിഡ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ സ്പോട്ടും കൊണ്ട് പോകും. അതിലിങ്ങനെ വ്യത്യസ്ത ക്രോമറ്റോഗ്രാംസ് ഫോം ചെയ്യും. അതാണ് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി. അപ്പോൾ ഇവിടെയും സംഭവിച്ചത് അഡ്സോർപ്ഷൻ തന്നെയാണ്. ഇതിലുള്ള ഘടകങ്ങൾ, ഇതിലുള്ള പാർട്ടിക്കിൾസ്, കമ്പോണൻസ് ഈ അഡ്സോർബൻറ്റിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചു എന്നുള്ളതാണ്. സോ ഇവിടെയും സംഭവിച്ചത് എന്ത് തന്നെയാണ്? അഡ്സോർപ്ഷൻ തന്നെയാണ്. ഇനി എക്സാക്ട്ലി ഏകദേശം ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഏത്? സിമിലർ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് ഏത്? പേപ്പർ ക്രോമറ്റോഗ്രാഫി. ഇതേപോലെ നമ്മളൊരു ലിക്വിഡ് എടുക്കും. ആ ലിക്വിഡാണ് എന്ത്? മൊബൈൽ ഫേസ്. അതിലേക്കൊരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ പേപ്പർ, ക്രോമറ്റോഗ്രാഫിക് പേപ്പർ എന്ന് അതിനെ പറയാം. അത്യാവശ്യം തിക്കായിട്ടുള്ള, കുറച്ച് കട്ടിയുള്ള, വെറ്റി ആയിട്ടുള്ള, വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ടുള്ള, വാട്ടർ മീൻസ് പോളാർ ആയിട്ടുള്ള മോളിക്യൂൾസ് ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ പേപ്പർ, കുറച്ച് കട്ടിയുള്ള ഒരു ഫിൽറ്റർ പേപ്പർ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സെയിം ട്രെൻഡിൽ തന്നെ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ മോളിക്യൂൾസ് ഉള്ളത്, പോളാർ വാട്ടർ മോളിക്യൂൾസ് ഉള്ളത്. നമ്മളിവിടെ ഒരു ഇങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാളുകളുണ്ട്, എയും ബിയും. ലെറ്റ് എ പോളാർ ആണെന്നിരിക്കട്ടെ, ബി എന്തുമാണ്? നോൺ പോളാറും ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഇതിലുള്ള കമ്പോണൻ്റ് ആയിട്ടുള്ള എക്കും ബിക്കും ഈ സ്റ്റേഷനറി ഫേസ്, ഇതാണ് സ്റ്റേഷനറി ഫേസ് കേട്ടോ, ഇതാണ് മൊബൈൽ ഫേസ്. ഈ സ്റ്റേഷനറി ഫേസിനോട് മൊബൈൽ ഫേസിനോട് രണ്ട് താല്പര്യങ്ങളാണ് ഉണ്ടാകുക. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ അഡ്സോർബേറ്റുകളാണ് ഇത്. അത് എന്തിൽ പറ്റി പിടിക്കും? അഡ്സോർബെൻറ്റിൽ പറ്റി പിടിക്കും. അഡ്സോർപ്ഷനാണ് അവിടെ നടക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. പാർട്ടീഷൻ പേപ്പർ എന്ന് പറയാൻ കാരണം ഈ സ്പെഷ്യൽ ഡിസൈൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. പാർട്ടീഷൻ ആയിട്ടാണ്, പാർട്ടുകളായിട്ടാണ് നിൽക്കുക. അതിന് കാരണം ഇതിൻ്റെ അകത്ത്, ഈ ഫിൽറ്റർ പേപ്പറിൻ്റെ അകത്ത്, അതായത് നമ്മുടെ സ്റ്റേഷനറി ഫേസിൽ വാട്ടർ മോളിക്യൂൾസ് ട്രാപ്ഡ് ആണ്. പുറത്ത് ഞാൻ വെച്ച കമ്പോണൻറ്റിൽ രണ്ട് പേരുണ്ട്, എയും ബിയും. ഒന്ന് പോളാറും ഒന്ന് ആരാണ്? നോൺ പോളാറാണ്. അപ്പോൾ പോളാറായിട്ടുള്ള എയുടെ പ്രത്യേകത എന്താണ്? പോളാറായിട്ടുള്ള എ പോളാറായിട്ടുള്ള വാട്ടറുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യല്ലോ. എന്നാൽ നോൺ പോളാറായിട്ടുള്ള ബി എന്ത് ചെയ്യില്ല? ഇൻട്രാക്ട് ചെയ്യില്ല. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ഇൻട്രാക്ഷനുള്ള എ ചിലപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ നിന്നേക്കാം. അത്ര ഇൻട്രാക്ഷൻ, കാരണം ഈ വാട്ടറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത് പോളാറാ, എയും ആരാ? പോളാറാ. അവർ തമ്മിൽ ഇൻട്രാക്ഷൻ കൂടിയുണ്ട്. അവർ വേഗം ഇവിടെ ഇങ്ങനെ നിൽക്കാം. എന്നാലും അത്ര തന്നെ ഇൻട്രാക്ഷൻ ആയിരിക്കില്ലല്ലോ, ബിക്കില്ലല്ലോ. അപ്പോൾ ബി കുറച്ചും കൂടെ മുകളിലേക്ക് പിന്നെ പോയിട്ടായിരിക്കും നിൽക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അതാണ് പേപ്പർ ക്രോമറ്റോഗ്രാഫി. സോ ആ പറയുന്ന എല്ലാ ടെക്നിക്കുകളും നമ്മൾ തീർന്നു എന്നുള്ളതാണ്. ശരി, അപ്പോൾ 2018 ഇംപ്രൂവ്മെൻറ്റിൻ്റെയും മാർച്ചിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തല്ലോ. ഇനി നമുക്കുള്ളത് നമ്മൾ 2017 മൂവ് ചെയ്യാണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ക്രോമറ്റോഗ്രാഫി എന്നാണ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ക്രോമറ്റോഗ്രാഫി തന്നെയാണ്. 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ക്രോമറ്റോഗ്രാഫി, അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ. അതിൽ അഡ്സോർപ്ഷനിൽ കോളം ക്രോമറ്റോഗ്രാഫിയും തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രാഫി പറഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനിയുള്ള ഒരു അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ എനി 2 സ്ട്രക്ചറൽ ഐസോമേഴ്സ്. ഞാൻ 4 സ്ട്രക്ചറൽ ഐസോമേഴ്സും മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയിന്, പൊസിഷൻ, ഫംഗ്ഷൻ ഗ്രൂപ്പ്, മെറ്റാമോർഫിസം. സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് ഇനി പറഞ്ഞ് വലിക്കുന്നില്ല. ഇനി റിയാക്ഷൻ മെക്കാനിസത്തിലുള്ള വേറൊരു സെക്ഷനാണ് ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്കൊന്നൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഇലക്ട്രോഫൈൽ അതിനെ E+ എന്ന് പറയാറുണ്ട്. E+. ന്യൂക്ലിയോഫൈൽ ഞാൻ മുമ്പ് ഫിഷൻ പറഞ്ഞ സമയത്ത് ഫ്രീ റാഡിക്കൽ, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ന്യൂക്ലിയോഫൈലിൻ്റെ നൊട്ടേഷൻ. ഫൈൽ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ലവിങ് എന്നാണ്. ഫൈൽ PHIL ലവിങ് മീൻസ് കൂടുതൽ താല്പര്യം. ഫോബിക് എന്ന് പറയുന്നത് നോട്ട് ലവിങ് എന്നുള്ള മീനിങ്ങുമാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ഇലക്ട്രോണിനോട് താല്പര്യമുള്ള ആളാണ്. സോ വാട്ട് ഈസ് ഇലക്ട്രോഫൈൽ മീൻസ് ദേ ആർ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. സോ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്ന ആരാ? ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസുകളാണ്. ന്യൂക്ലിയസ് ലവിങ് എന്ന് പറയുന്ന ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. സോ പോസിറ്റീവ് ചാർജിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് ആര്? ന്യൂക്ലിയോഫൈൽ. അഥവാ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരാളാണ് ഇലക്ട്രോൺ ഇല്ലാത്ത. അത് പോസിറ്റീവ് ചാർജ് ആവാം,
ഇലക്ട്രോൺ ഇല്ലാത്ത ഒരാളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് ആര്? ന്യൂക്ലിയോഫൈൽ. അതായത് ആ ന്യൂക്ലിയോഫൈലിൽ ഇലക്ട്രോൺ ഉള്ള ആളായിരിക്കും. ന്യൂക്ലിയോഫൈലിൽ ഇലക്ട്രോൺ കൂടുതലായിരിക്കും, ഇലക്ട്രോൺ റിച്ച് ആയിരിക്കാം. അതുകൊണ്ട് അത് ന്യൂക്ലിയസ്, അതായത് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഒരാളോട് താല്പര്യം കാണിക്കും. അതാണ് പോസിറ്റീവ് ഫൈൽ, ന്യൂക്ലിയോഫൈൽ. ഓക്കെ, സോ ഇയാൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളോട് താല്പര്യം കാണിക്കും, അയാൾ നെഗറ്റീവ് ആവാം. ഇതെന്താ? ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ലവിങ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആളല്ലേ, അതിനോട് താല്പര്യമുള്ള ആള്, അതിനോട് താല്പര്യമുള്ള ആള്, അതാണ് ഇലക്ട്രോഫൈൽ. നെഗറ്റീവിനോട് താല്പര്യമുള്ള ആള്. അപ്പോൾ ഇയാൾ ആരായിരിക്കും? ഈ വ്യക്തി ആരായിരിക്കും? പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. സോ ദേ ആർ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. ഇലക്ട്രോണിന് താല്പര്യമുള്ള ആള്. ഇവിടെ അപ്പം എന്താ പറയാ? ദേ ആർ ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിനോട്, ഓരോ ആറ്റത്തിൻ്റെയും പോസിറ്റീവ് സെൻറ്ററുകൾ ഉണ്ടായിരിക്കും, അതിനോട് കൂടുതൽ. ഇപ്പോൾ കാർബണിൻ്റെ ഒക്കെ പോസിറ്റീവ് സെൻറ്ററിനോട് കൂടുതൽ താല്പര്യമുള്ള ഒരാൾ, അതാണ് ന്യൂക്ലിയോഫൈൽ. അത് നിങ്ങൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളത് പഠിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്കത് കേൾക്കാം. ഇപ്പോഴല്ല, അടുത്ത കൊല്ലം പഠിക്കുന്നുണ്ട്. സോ കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾ ഐഡിയ അതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കും. സോ ഇതിന് എക്സാമ്പിൾസും കൂടെ ഒന്ന് പറയാം. ഇതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, സിമ്പിൾ സെൻസിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആവാം. പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് Cl+ ആവാം, ക്ലോറോണിയം അയോൺ, Br+, ബ്രോമോണിയം അയോൺ, I+, അയഡോണിയം അയോൺ, H+, ഹൈഡ്രോണിയം അയോൺ, CH3+, മിഥൈലോണിയം അയോൺ. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആളാവാം. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാവാം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഒരാളാണ് AlCl3. ഓർഗാനിക് കെമിസ്ട്രിയിൽ FC റിയാക്ഷൻസിൽ പഠിക്കുന്നുണ്ട്, ഫ്രെഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻസിൽ FeCl3, അതുപോലെയുള്ള ആളുകളാവാം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ. ഇനിയുമുണ്ട്, അത്രയൊന്നും നമ്മൾ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസിന് ആവശ്യമില്ല. വേക്കൻറ്റ് ഡി ഓർബിറ്റുള്ള ആളുകളാവാം, SnCl4, ZnCl2 പോലെയുള്ള. അതല്ലെങ്കിൽ സൾഫോണേഷനിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഇലക്ട്രോഫൈലുകളായിട്ടുള്ള മൾട്ടിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ആവാം, SO2. അതുപോലെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കോപ്സ് റിയാക്ഷനിൽ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ആവാം. താൽക്കാലികമായിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ്, അത്രയും മതി. ഇവിടെ ഒന്നും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഇത് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്, അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോണിനോട് താല്പര്യം കൂടും, അതാണ് ഇലക്ട്രോഫൈൽ, ഇലക്ട്രോൺ ലവിങ്. ഇത് ഇലക്ട്രോൺ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലാത്ത ആളാ. AlCl3 നിങ്ങൾക്ക് അറിയാലോ. AlCl3 ഇതിന് 6 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. 2 കൂടി കിട്ടിയാൽ അതിന് കംഫർട്ടബിൾ ആണ്. സോ ഇലക്ട്രോണിനോട് താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് അയാളും ഇലക്ട്രോഫൈൽ ആയിരിക്കും. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ്, അഥവാ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരാളോട് പോസിറ്റീവ് ലവിങ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസുകളാവാം. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസുകളായിട്ടുള്ള ആരെയും പറയാം. Cl-, Br-, ക്ലോറൈഡ്, ബ്രോമൈഡ്, Cn-, സയനൈഡ് അയോൺ, OH-, H-, അങ്ങനെ ആരും ആവാം. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആൾ, അതായത് ഇതിന് ഇലക്ട്രോൺ കൂടുതലാണ്. സോ ഇലക്ട്രോൺ ഇല്ലാത്ത ഒരാളോട് ഇയാൾ എന്ത് ചെയ്യും? താല്പര്യം കാണിക്കും. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇലക്ട്രോണ് ഇല്ലാത്ത ഒരാളോട് താല്പര്യം കാണിക്കുന്ന ആൾ. അതായത് ആ ന്യൂക്ലിയോഫൈലിന് എന്തുണ്ടായിരിക്കും? ഇലക്ട്രോൺ കൂടുതലായിരിക്കും. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുതേ. അല്ലെങ്കിൽ ആരും ആവാം, ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആവാം. ഇലക്ട്രോൺ പെയറുകൾ എക്സസ് ഉള്ള ആളുകൾ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ വാട്ടർ പറയാം, H2O. അതിന് ഇലക്ട്രോൺ പെയർ കൂടുതലാണ്. ആരാ? ലോൺ പെയർ ഉണ്ടെന്നേ. ഇനി ആൽക്കഹോൾ ആവാം, ROH. എന്താ? കാർബൺ റെസിഡ്യൂ, ROH. അതിനും ലോൺ പെയർ ഉണ്ട്. അടുത്തത് ആരാവാം? ഈതർ ആവാം, ROR. അതിലും എന്തുണ്ട്? ലോൺ പെയർ. അങ്ങനെ ആരും ആവാം. NH3 ആവാം. അതാണ് ന്യൂക്ലിയോഫൈൽ. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഫൈൽ എന്ന് പറഞ്ഞാൽ ലവിങ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണോട് ലവിങ്. ഇലക്ട്രോണോട് താല്പര്യമുള്ള ഒരാൾ നെഗറ്റീവ്ലി ചാർജഡ് ആയിരിക്കില്ല, പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇല്ലാത്ത ഒരാളായിരിക്കും. അതാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്. ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. സോ അതുമായിട്ട് താല്പര്യമുള്ള ആൾ, അയാൾ എന്തായിരിക്കും? നെഗറ്റീവ് ആവാം, ഓർ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരാളാവാം. ഓക്കെ, സോ മാർച്ചിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിട്ടുണ്ട്. ബാക്കി ഓൾറെഡി നമ്മൾ 2 ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ മാർച്ച് 2017 ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോമൻക്ലേച്ചറിൽ നിന്നുമാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത നോമൻക്ലേച്ചർ ക്വസ്റ്റ്യൻ ഒരു സ്ട്രക്ചറിൻ്റെ പേര് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പേര് തന്നിട്ടുണ്ട്, നിങ്ങളോട് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് 247 ട്രൈമീഥൈൽ ഒക്ടെയ്ൻ, അടുത്തത് 2-chloro-4-methyl pentane. അതിനുശേഷം വരുന്നൊരു ക്വസ്റ്റ്യൻ കാർബാനിയോൺസിൻ്റെ കാർബാനിയോണുകളാണിത്. കാർബാനിയോൺ വിച്ച് മീൻസ് കാർബൺ വിത്ത് നെഗറ്റീവ് ചാർജ്. നമ്മൾ തുടക്കം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാർബോകാറ്റയോൺ ആണ്, കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ്. ഇത് അതിൻ്റെ സ്റ്റെബിലിറ്റി ഹൈപ്പർ കോഞ്ചേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരെ തിരിഞ്ഞിട്ടുണ്ട് കാർബാനിയോൺ, അതൊരു പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രി, എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ബിഹൈൻഡ് ക്രിസ്റ്റലൈസേഷൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്രിസ്റ്റലൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യാണ്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണ്, 247 ട്രൈമീഥൈൽ ഒക്ടെയ്ൻ. സോ ഇതിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പാരന്റ് ആരാണെന്നുള്ളതാണ്. പാരന്റ് നോക്കൂ നിങ്ങൾ, പാരന്റ് ആരാ? പാരന്റ് എന്ന് പറയുന്ന ആരാ? ഒക്ടെയ്ൻ. ഒക്ടെയ്ൻ എന്ന് പറഞ്ഞാൽ, ഒക്ട് എന്ന് പറഞ്ഞാൽ എന്താ? 8 കാർബൺ. 8 കാർബൺ. എയിൻ മീൻസ് സിംഗിളി കണക്റ്റഡ് ആണ്, സിംഗിൾ ബോണ്ട് വഴി കണക്റ്റഡ് ആണ്. സോ നമ്മൾ അതൊന്ന് വരക്കാം ആദ്യം. ഇങ്ങനെ 8 കാർബൺസ്, 1 2 3 4 8, 8 കാർബൺസ് സിംഗിൾ ബോണ്ട് വഴി കണക്റ്റഡ് ആണ്. സോ ഇത് കഴിഞ്ഞു, ഏത്? ഒക്ടെയ്ൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ തന്നെ ഹൈഡ്രജൻ കൊടുക്കരുത്, ബാക്കി ഫിറ്റിങ്സുകളെല്ലാം കൊടുത്ത്, ബാക്കി എല്ലാ ഫിറ്റിങ്ങുകളും കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഹൈഡ്രജൻ സപ്ലൈ ചെയ്താൽ മതി. സോ ബാക്കി ഇനി പറയുന്നത് എന്താ? 3 ബ്രാഞ്ചസ് ഉണ്ട്. ബ്രാഞ്ചസ് ആരാ? മീഥൈലുകളാണ്. എവിടെയാണുള്ളത്? 2-ല്, 4-ല്, 7-ല്. സോ നമ്പർ കൊടുക്കുന്ന, വരക്കുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ കൊടുക്കാം, അത് നമുക്ക് ചൂസ് ചെയ്യാം, അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. സോ 2-ല് ഒരു മീഥൈലുണ്ട്, 2-ലൊരു മീഥൈൽ. 4-ല് ഒരു മീഥൈലുണ്ട്. 7-ലൊരു മീഥൈലുണ്ട്. 7ാമത്തെ കാർബൺ, 4 5 6 7ാമത്തെ കാർബൺ ഇതാണല്ലേ, ഇതിലൊരു മീഥൈലുണ്ട്. ഈ മീഥൈൽ താഴെ കൊടുക്കാം, മുകളിൽ കൊടുക്കാം, അത് തീർത്തും നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ബാക്കി ഇപ്പം എല്ലാമായി, മീഥൈൽ 3 എണ്ണമായി, ഒക്ടെയ്നിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹൈഡ്രജൻസ് കൂടെ ഫിൽ ചെയ്താൽ മതി. ഇവിടെ ഒരു വാലൻസി പോയി, സോ 3 ഹൈഡ്രജൻ. ഇവിടെ 3 വാലൻസി പോയി, 1 ഹൈഡ്രജൻ. ഇവിടെ 2 വാലൻസി പോയി, ബാക്കി കാർബൺ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 ഹൈഡ്രജൻ. ഇവിടെ 3 വാലൻസി പോയി, 1 ഹൈഡ്രജൻ. ഇവിടെ 2 വാലൻസി പോയി, 2 ഹൈഡ്രജൻ. 2 വാലൻസി പോയി, 2 ഹൈഡ്രജൻ. 3 വാലൻസി പോയി, 1 ഹൈഡ്രജൻ. 1 വാലൻസി പോയിട്ടുള്ള 3 ഹൈഡ്രജൻ. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ, 247 ട്രൈമീഥൈൽ ഒക്ടെയ്ൻ. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ആരാ? എന്താ? 2-chloro-4-methyl pentane. സോ വൺസ് അഗെയിൻ നമ്മൾ നോക്കുന്നു, ആരാണ് പാരന്റ്? പെൻഡെയ്ൻ മീൻസ് 5 കാർബൺ സിംഗിളി കണക്റ്റഡ് ആണ്. സോ ഞാനത് വരച്ചു. ഇനി ഫിറ്റിങ്സുകൾ എന്താ നോക്കാം. 4-ലൊരു മീഥൈലുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ എടുക്കാം. നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്ക് കൊടുത്തു. 1 2 3 4 4 ഇതല്ലേ, അതിലൊരു മീഥൈൽ. ഓക്കെ, എങ്ങനെ മനസ്സിലായേ? 4 മീഥൈൽ എന്ന് പറഞ്ഞുകൊണ്ട്. 2-ൽ ആരുണ്ട്? ഒരു ക്ലോറിനുണ്ട്. 1 2 2-ലൊരു ക്ലോറിനുണ്ട്. ബാക്കി ഹൈഡ്രജൻ ഫിൽ ചെയ്താൽ മതി. ഇവിടെ എന്താ വരിക? CH3. ഇവിടെ എന്താ? H, കാരണം 3 വാലൻസി ആയതുകൊണ്ട്. ഇവിടെ എന്താ? H2. ഇവിടെ എന്താ? H. ഇവിടെ എന്താ? H3. ഓക്കെ, സോ 2 സ്ട്രക്ചർ നമ്മൾ വരച്ചു. അപ്പോൾ സ്ട്രക്ചർ വരക്കാൻ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് അതിൽ പാരന്റ് ആരാണെന്ന് നോക്കേണ്ടത്. പാരന്റിൽ എത്ര കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ടഡ് ആണോ, ഡബിൾ ബോണ്ടഡ് ആണോ, അങ്ങനെ നോക്കുക. എന്നിട്ട് അത് വരക്കുക. ആദ്യം കാർബൺ സ്കെൽട്ടൻ വരക്കുക. എന്നിട്ട് എവിടേക്കാണോ ബ്രാഞ്ചസ് ഉള്ളത് അത് പൊസിഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഡയറക്ഷൻ എടുക്കാം, അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക, അവിടുന്ന് അങ്ങോട്ട് എടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം ഫൈനലി ഹൈഡ്രജൻ ഫിൽ ചെയ്യാം. എന്നാൽ ഒരു തരത്തിലും തെറ്റില്ല അത്. സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കാർബാനിയോൺസ് ആണ്. കാർബാനിയോൺ, സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കാർബാനിയോൺ ഞാൻ നേരത്തെ പറഞ്ഞു, നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബൺ. നേരത്തെ ഡിഗ്രി നമ്മൾ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു അല്ലേ. ഇതിനൊന്ന് ഇലാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ അർത്ഥം? CH-
2 CH3 ഉണ്ടെന്നല്ലേ അർത്ഥം ആണ്. സോ ഇതൊരു നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഹാവിങ് 2 കാർബൺ, നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബൺ വിച്ച് ഈസ് ബ്രാഞ്ചഡ് ടു 2 കാർബൺ വിച്ച് ഈസ് സെഡ് ടു ബി സെക്കൻഡറി കാർബാനിയോൺ. ഇവിടെയോ നെഗറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ഒരു കാർബണിലേക്ക് ബ്രാഞ്ചഡ് ആയിട്ടുള്ളൂ, ഇതിന് വിളിക്കുന്ന പേരാണ് പ്രൈമറി കാർബൺ. ഇപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് വേണേൽ ഇതിലേക്ക് ഒരാളും കൂടെ ചേർക്കാം. ആരാ? ടെർഷറി കാർബാനിയോൺ. ടെർഷറി കാർബാനിയോൺ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, ടെർഷറി കാർബാനിയോൺ നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബൺ അതിന് ചുറ്റും 3 CH3 ഇതാ CH3 CH3 CH3. ഓക്കെ, സോ ഇതാരാ? ടെർഷറി കാർബാനിയോൺ. ഇത് സെക്കൻഡറി കാർബാനിയോൺ, ഇത് പ്രൈമറി കാർബാനിയോൺ. നമ്മളോട് ഇതാണ് ചോദിച്ചത്, ഞാൻ 3 കൂടെ ചേർത്ത് പറയാം. ഇവിടെ സ്റ്റെബിലിറ്റി വരുന്നത് എങ്ങനെയാണെന്നാൽ പ്രൈമറി കാർബാനിയോൺ നേരെ തിരിഞ്ഞാണ് വരുന്നത്. പ്രൈമറി കാർബാനിയോൺ മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബാനിയോൺ മോർ സ്റ്റേബിൾ ദാൻ ടെർഷറി കാർബാനിയോൺ. 3 ഇന്റർമീഡിയറ്റുകളാണ് നമ്മൾ പറഞ്ഞല്ലോ, ഫ്രീ റാഡിക്കൽ, ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഇത് കാർബണിന്റെ കേസിലേക്ക് പോകുമ്പോൾ ഫ്രീ റാഡിക്കൽ, അത് കാർബൺ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. ഇലക്ട്രോഫൈൽ കാർബണിന്റെ കേസിലേക്ക് പോകുമ്പോൾ, അതായത് പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള കാർബൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഏത്? കാർബോകാറ്റയോൺസ്. ന്യൂക്ലിയോഫൈൽസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ടീംസ്, കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ന്യൂക്ലിയോഫൈൽ, അത് കാർബണിലേക്ക് പോകുന്ന സമയത്ത് അത് കാർബാനിയോൺസ് ആയി മാറും. അപ്പോൾ കാർബൺ ഫ്രീ റാഡിക്കലും കാർബോകാറ്റയോണിന്റെയും സ്റ്റെബിലിറ്റി വരുന്നത് ടെർഷറി മോർ സ്റ്റേബിൾ ദാൻ, സെക്കൻഡറി മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി. സെയിം റീസൺ ആണ് ടെർഷറിയിൽ നിന്നും പ്രൈമറിയിലേക്ക് പോകുന്ന സമയത്ത് ഹൈപ്പർകോഞ്ചേറ്റി സെക്ഷൻ്റെ എണ്ണം കുറയുന്നു. മോർ ഓവർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ്, പ്ലസ് ഐ ഇഫക്റ്റ് കുറയുന്നു. എന്നാൽ ഇവിടെ പ്രൈമറി കാർബാനിയോണിന്റെ കേസിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ അവർ ചോദിച്ചിട്ടില്ല കേട്ടോ. അവരിതിൽ ഏതാ മോർ സ്റ്റേബിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളൂ. മോർ സ്റ്റേബിൾ ആരാ? സെക്കൻഡറി, സോറി മോർ സ്റ്റേബിൾ ആരാ? പ്രൈമറി കാർബാനിയോൺ. ആരേക്കാൾ? സെക്കൻഡറി കാർബാനിയോണിനേക്കാൾ. ഓക്കെ, പ്രൈമറി കാർബാനിയോൺ ആണ് മോർ സ്റ്റേബിൾ ആരേക്കാൾ? സെക്കൻഡറി കാർബാനിയോണേക്കാൾ. ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ ഇനി ചോദിക്കുകയാണെങ്കിലോ എന്നുള്ള നിലക്ക് എക്സ്പ്ലനേഷൻ കൂടി കാണിക്കാം. ഇത് പ്രൈമറി കാർബാനിയോണാണ്. സെക്കൻഡറി കാർബാനിയോൺ എങ്ങനെ വരിക? CH3 CH മൈനസ് CH3. ടെർഷറി കാർബാനിയോൺ എങ്ങനെയായിരിക്കും? CH3 C മൈനസ് CH3 CH3. റെഡി? പ്രൈമറി കാർബാനിയോണോ? CH3 CH2 മൈനസ്. റെഡി? ദാ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ റിച്ച്നെസ് ആണ്. മിഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചതാണ്. മിഥൈൽ ഗ്രൂപ്പ് ഏത്? ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, സിംപ്ലി നമ്മൾ മീഥൈൽ എന്ന് പറയാം. മിഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, അത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അഥവാ പ്ലസ് ഐ ഗ്രൂപ്പാണ്. സോ ഇവിടെ ഒരു മീഥൈൽ എന്തിനെ ഡൊണേറ്റ് ചെയ്യുന്നു? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് കാർബണിൻ്റെ ഇലക്ട്രോൺ റിച്ച്നെസ് കൂടും. ഇതൊരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഇത് ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആണ്, നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട്. ഇനി കൂടുതൽ ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ അയാളുടെ സ്റ്റെബിലിറ്റി കുറയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് മീഥൈൽ ഇങ്ങനെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ മീഥൈൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ കാരണം? മീഥൈൽ എന്ത് ഗ്രൂപ്പാണ്? പ്ലസ് ഐ ഗ്രൂപ്പാണ്. നിങ്ങൾ പ്ലസ് ഐ മൈനസ് ഐ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 2 മീഥൈലാണ്, ഡിഗ്രി കൂടിയതുകൊണ്ടേ 2 മീഥൈലാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി ഇവിടെ കൂടും. ഇവിടെയാണല്ലോ 3 മീഥൈലും കൂടെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടും. സോ കൂടുതൽ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി വന്ന ആളാണ് ലീസ്റ്റ് സ്റ്റേബിൾ. കുറഞ്ഞ് പിന്നെ പ്രൊസീഡിങ് ഓർഡർ ഇങ്ങനെ വരുന്നുണ്ടാവും. സോ ഇതാണ് എക്സ്പ്ലനേഷൻ. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് പ്ലസ് ഐ ഇഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ ഡിക്രീസ് ചെയ്യുന്നു. സോ 2017 എല്ലാ ക്വസ്റ്റ്യൻസും തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർച്ച് 2017 ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കതിൽ കാണാം. അതും കൂടെ നമ്മളൊന്ന് പറയാം. റൈറ്റ് ദ UPSC നെയിംസ് ഓഫ് ഈ മോളിക്യൂൾ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റൈൻ. നേരത്തെ ഇത് എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിന് നമ്മൾ പേരിടാം. അതിൻ്റെ താഴെയുള്ളത് വിച്ച് ഈസ് മോർ സ്റ്റേബിൾ. ഇതൊരു ടെർഷറി കാർബോകാറ്റയോൺ ആണ്, ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. ഗിവ് റീസൺ. ഞാൻ നേരത്തെ ഹൈപ്പർകോഞ്ചേഷൻ്റെ ബേസിൽ റീസൺ പറഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടെ ഈ 2-3 വരച്ചിട്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇപ്പോൾ നമ്മൾ കാർബാനിയോണിൻ്റെ സ്റ്റെബിലിറ്റി പറഞ്ഞ ഇൻഡക്റ്റീവ് ഇഫക്റ്റും കൂടെ വെച്ച് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ക്വസ്റ്റ്യൻ. കെമിസ്ട്രി ബിഹൈൻഡ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് ഒരു ലിക്വിഡ് അയാളുടെ ബോയിലിംഗ് പോയിന്റിലോ അതിൻ്റെ തൊട്ട് താഴെയോ
ഡീകമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ എക്സ്റ്റേണൽ പ്രഷർ കുറച്ച്, ബോയിലിംഗ് പോയിന്റ് കുറച്ച്, അയാളെ ഡീകമ്പോസ് ചെയ്യാണ്ട് ബോയിൽ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ താൽക്കാലികമായിട്ട് അത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഒഴിവാക്കുകയാണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് പേര് പറയാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേര് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം അറിയേണ്ടത് കുറച്ച് പേരുകളാണ്. ഇങ്ങനെയുള്ള കുറച്ച് പേരുകളാണ്. ഇവിടെ NH2 വരാം. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അവരെ IUPAC അക്സെപ്റ്റ് ചെയ്ത കുറച്ച് കോമൺ നെയിംസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, അറിയണം. എന്നാലേ നിങ്ങൾക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എളുപ്പം പാരന്റ് ചെയിൻ ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റും. COOH ആവാം, ഇവിടെ ഇനി CH3 ആവാം, അങ്ങനെ ആരും ആവാം. ഇപ്പോൾ NH2 ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അനിലീൻ. ബെൻസീൻ റിങ്ങിന് മുകളിൽ 6,6H5NH2. NH2 ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനിലീൻ. OH ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫിനോൾ. CHO ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബെൻസാൽഡിഹൈഡ്. ഓക്കെ. COH ആണെങ്കിൽ അത് ബെൻസോയിക് ആസിഡ്. CH3 ആണെങ്കിൽ അത് ടൊളുയിൻ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ആരാ? NH2 ആണ്. കണ്ടില്ലേ, NH2. CH3 ഉണ്ട്, പക്ഷേ CH3 ഇത് മീഥൈലുണ്ട്, ഈഥൈലുണ്ട്, പക്ഷെ അതിനേക്കാൾ പ്രിഫറൻസ് ആർക്കാണെന്ന് നമുക്കറിയാം, NH2 ആണ് നമുക്കറിയാം. സോ ഹോൾ ഓഫ് ദിസ് ഏതാ? മീഥൈലും ഈഥൈലും ഇല്ലാണ്ട് ബാക്കി ഇത്രയും ഭാഗത്തെ നമുക്കിങ്ങനെ പറഞ്ഞൂടെ? പറയാം. അതിൻ്റെ പേരാണ് അനിലീൻ. സോ പുട്ട് അനിലീൻ ആസ് മീൻസ് അനിലീനുള്ള NH2 ഉള്ള കാർബൺ 1 കൊടുത്തു, ഇത് 2 കൊടുത്തു, ഇത് 3 കൊടുത്തു, ഇത് 4 കൊടുത്തു. അപ്പോൾ 4ൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, 2ൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. എന്തിലാണ് ആ ബ്രാഞ്ചുള്ളത്? നിങ്ങളുടെ പാരന്റ് ചെയിൻ. പാരന്റ് ചെയിൻ ആരാ? ഇത് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ പാരന്റ് ചെയിൻ ആരാ? അനിലീനാണ്. അപ്പോൾ എങ്ങനെ പേര് പറയാം? 4ൽ ആരാ ഉള്ളത്? C2H5. C2H5 ആരാ? ഈഥൈൽ. സോ 4ൽ ആരുണ്ട്? ഈഥൈലുണ്ട്. അത് കഴിഞ്ഞ് 2ൽ ആരുണ്ട്? മീഥൈലുണ്ട്. ഇതെല്ലാം ഉള്ളത് എവിടെയാണ്? പാരന്റ് ചെയിൻ ആയിട്ടുള്ള അനിലീനിൽ. സോ പേരെന്താ? 4ൽ ഒരു ഈഥൈൽ, 2ൽ ഒരു മീഥൈൽ. എവിടെയാ? അനിലീനിൽ. ഈ അനിലീൻ എന്ന് പറയുന്നത് NH2 വരുമ്പോഴാണല്ലോ. അതിന് പകരം ഇനി ഇതിൽ ആര് വന്നാലും നിങ്ങൾക്ക് മീഥൈലും ഈഥൈലും മാത്രം അറിഞ്ഞാൽ പോരാ, ആ പാരന്റ് ആരാന്ന് അറിയണം. അനിലീൻ. കണ്ടില്ലേ? അതുപോലെ പറയാൻ പറ്റണം. അതിനാണ് ഞാൻ ഇത് കൂടെ കാണിച്ചത്. ഫീനോൾ, ബെൻസാൽഡിഹൈഡ്, ബെൻസോയിക് ആസിഡ്, ടോളിൻ. യൂഷ്വലി വരാറുള്ളതാണ്. ഓക്കെ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? നമ്മൾ ഒരിക്കൽ ചെയ്ത് തന്നെയാണ് കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി അല്ലേ? ഇതാരാ? ടെർഷറി കാർബോകാറ്റോൺ ആണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. ഓൾറെഡി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെർഷറി കാർബോകാറ്റോൺ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെർഷറി എന്ന് പറഞ്ഞു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാരാ? പ്രൈമറി കാർബോകാറ്റോൺ. ഓക്കെ. ആരാ മോർ സ്റ്റേബിൾ? ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. കാർബാനോയുടെ കേസിലാണ് പ്രൈമറി സ്റ്റേബിൾ, സെക്കൻഡറി സ്റ്റേബിൾ, ടെർഷറി. കാർബോകാറ്റോണിൻ്റെയും കാർബൺ ഫ്രീ റാഡിക്കലിൻ്റെയും കേസിൽ തിരിച്ചാണ് വരുന്നത്. ടെർഷറി മോർ സ്റ്റേബിൾ, ദെൻ സെക്കൻഡറി, ദെൻ പ്രൈമറി. ഓക്കെ. അതിനൊരു എക്സ്പ്ലനേഷൻ ഹൈപ്പർകോഞ്ചേറ്റി സെക്ഷൻ്റെ ബേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ പോസിറ്റീവ് ചാർജ് കാർബൺ തൊട്ടപ്പുറത്തുള്ള കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇതാ ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. അപ്പോൾ ഇവിടെ 9 ഹൈപ്പർകോഞ്ചേറ്റി സെക്ഷൻ ഉണ്ട്. ഇവിടെയോ ഒരൊറ്റ പോസിറ്റീവ് ചാർജ് കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് ഒരൊറ്റ കാർബൺ ഉള്ളൂ, അതിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. സോ 3 ഹൈപ്പർകോഞ്ചേറ്റി സെക്ഷൻ ഉള്ളൂ. സോ അതുകൊണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, മീഥൈൽ ഗ്രൂപ്പ് ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യില്ലേ? അപ്പോൾ ഇവിടെ ടെർഷറി 3 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് 3 പേരും കൂടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കാർബൺ കൂടുതൽ ഇലക്ട്രോൺ കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ ഇലക്ട്രോൺ കിട്ടുമ്പോൾ കാർബണിൻ്റെ സ്റ്റെബിലിറ്റി എന്താവും? കൂടും. നേരത്തെ കാർബാനിയോൺ ആയിരുന്നു, അതിന് കൂടുതൽ ഇലക്ട്രോൺ കിട്ടുമ്പോൾ, അതായത് നെഗറ്റീവായിട്ടുള്ള കാർബൺ, അതിന് കൂടുതൽ ഇലക്ട്രോൺ കിട്ടുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്താവും? കുറയാ ചെയ്യാം. ഇത് കാർബോകാറ്റോൺ ആണ്, അതിന് കൂടുതൽ ഇലക്ട്രോൺ കിട്ടുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ 3 ഭാഗത്തു നിന്നുള്ള ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇവിടെ ഒരു ഭാഗത്തു നിന്നുള്ള ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉള്ളൂ. സോ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ഐ ഇഫക്റ്റ് ഫ്രം 3 മീഥൈൽ. ഇവിടെയോ പ്ലസ് ഐ ഫ്രം 1 മീഥൈൽ. സോ ഇൻ ആൾ സെൻസ് ഹൈപ്പർകോഞ്ചേറ്റി സ്ട്രക്ചറും കൂടുതലാണ്, 9 എണ്ണം ഉണ്ട്. ഇവിടെ 3 ഭാഗത്തു നിന്ന് പ്ലസ് ഐ ഡൊണേഷൻ ഉണ്ട്, എന്നാൽ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് ആരാണ് മോർ സ്റ്റേബിൾ? ഇതാ ഇയാൾ. ഏത്? ടെർഷറി കാർബോകാറ്റോൺ. ഇതല്ലേ ഇത്? ആരേക്കാൾ? പ്രൈമറിയേക്കാൾ. ഓക്കെ. നമ്മൾ ഓൾറെഡി ഹൈപ്പർകോഞ്ചേഷൻ്റെ ബേസിലും ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ തന്നിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു. സോ അത്രയാണ് 2017 ക്വസ്റ്റ്യൻസ്.